കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വൻ വാഗ്ദാനങ്ങൾ നൽകി ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയം തൂത്തുവാരിയ NDAയെ കാത്തിരിക്കുന്നത്. 1 കോടി തൊഴിലവസരങ്ങൾ, വനിതകൾക്കും കർഷകർക്കും സ്വയം തൊഴിൽ, 7 പുതിയ എക്സ്പ്രസ് ഹൈവേകൾ, വിമാനത്താവള നവീകരണം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം പ്രചാരണ സമയത്ത് വോട്ടർമാർക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സംസ്ഥാനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ എന്നാണ് വിദഗ്ധർ ഉന്നയിക്കുന്ന ചോദ്യം. 2.6 ലക്ഷം കോടി രൂപയാണ് ബീഹാറിന്റെ വാർഷിക വരുമാനം. ഇതിൽ 60% ചെലവഴിക്കുന്നത് ശമ്പളവും പെൻഷനും പലിശയും നൽകാനാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. 2025 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം റെയിൽവേ, റോഡ് തുടങ്ങിയ വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള ചെലവ് 7%, ശമ്പളം, സബ്സിഡി അടക്കമുള്ളവയുടെ ചെലവ് 10% വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ സർക്കാർ പദ്ധതിയിട്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. കടമെടുപ്പ് പരിധി നടപ്പു സാമ്പത്തിക വർഷം 3% ഒതുക്കാൻ കേന്ദ്രം ലക്ഷ്യമിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ എസ്റ്റിമേറ്റ് പുതുക്കിയത്. എന്നാൽ ചെലവ് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും പുതിയ ക്ഷേമ പദ്ധതികളും നിയമനങ്ങളും സ്തംഭിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കേന്ദ്രത്തിന്റെ നികുതി വിഹിതം 9.665% നിന്ന് 10.058%ലേക്ക് 15ാം ധനകാര്യ കമ്മീഷൻ ഉയർത്തിയത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. സാമ്പത്തിക അസമത്വം, ജനസംഖ്യ എന്നിവ പരിഗണിച്ചാണ് വിഹിതം കൂട്ടി നൽകിയത്. മാത്രമല്ല 2025-26 സാമ്പത്തിക വർഷങ്ങളിൽ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക സഹായവും ലഭ്യമാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് NDA നൽകിയ ഭീമൻ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഇതുകൊണ്ടൊന്നും മതിയാകില്ല. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും ശക്തമായ ഭരണ സംവിധാനവും പൊതു സ്വകാര്യ പങ്കാളിത്തവും ഇല്ലാതെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാവില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതൊന്നുമില്ലാതെ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഞെരുക്കത്തിലാക്കും. മാത്രവുമല്ല, ഭൂമി ഏറ്റെടുക്കൽ, പാരിസ്ഥിതിക അനുമതി, ഗുണമേന്മ ഉറപ്പുവരുത്തൽ, നിർവഹണ ശേഷിയടക്കം പല വെല്ലുവിളികളും പദ്ധതികൾക്ക് നേരിടേണ്ടി വരും. 150 മുതൽ 200 കോടി രൂപ വരെയാണ് 1 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ നിർമ്മാണത്തിന് വരുന്ന ചിലവായി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ബീഹാറിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയും കടമെടുപ്പ് പരിധിയും ഒരുമിച്ച് നോക്കുമ്പോൾ നൽകിയ വാഗ്ദാനത്തിൽ പറയുന്നത് പോലെ 7 എക്സ്പ്രസ് ഹൈവേകൾ സർക്കാരിന് ഒറ്റയ്ക്ക് നിർമ്മിക്കുക സാധ്യമല്ല. ഒപ്പം വിമാനത്താവള നവീകരണവും കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും സർക്കാരിന് കൂടുതൽ ബാധ്യത വരുത്തിവെക്കും. അതുപോലെ തന്നെ 1 കോടി തൊഴിലവസരങ്ങൾ നൽകണമെങ്കിൽ സർക്കാരിനൊപ്പം സ്വയം തൊഴിൽ പദ്ധതികളും സ്വകാര്യ കമ്പനികളുടെ നിയമനങ്ങളും ആവശ്യമാണ്. എന്നാൽ പുതിയ നിയമനങ്ങൾ സർക്കാരിനെ വർഷങ്ങളോളം കടുത്ത ബാധ്യതയിലേക്ക് തള്ളിവിട്ടേക്കും. ഈ സാഹചര്യത്തിൽ നികുതി വർധനയും കടമെടുപ്പ് പരിധി വർധനയും നടപ്പിലാക്കാതെ പുതിയ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ കഴിയില്ലെന്ന് വ്യക്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ NDA നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുമെന്നാണ് ഇന്ന് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.